ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്ന രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നത്. കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വെല്ലം ഉരുക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി, ഈത്തപ്പഴം ഇതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാഴയില ആവിയിൽ പുഴുങ്ങിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പുഴുങ്ങിയ നേന്ത്രപ്പഴം പാത്രത്തിലേക്ക് എടുത്തിടുന്നുണ്ട്. രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കാണുന്നില്ലേ, അപ്പോൾ ഇതാ നേന്ത്രപ്പഴം ഞാൻ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ച അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ചേർക്കാണ്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച വെല്ലം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. വെല്ലം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളമില്ലാണ്ട് ഉരുക്കിയതാണ് ഞാൻ. നല്ല കട്ടിയായിട്ട് തന്നെ അതാണ് കാണുന്നത്. എന്നിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം. എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ കൊത്തല്ല, തേങ്ങ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടാണ് എല്ലാം കൂടി മിക്സ് ആക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം കുഴച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളിയായി കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പിനെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അണ്ടിപ്പരിപ്പ് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് ഈ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും നമ്മളെ ഈത്തപ്പഴവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഇതിലേക്ക് ഒഴിക്കണം. ഇത് ചൂടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒഴിക്കാണ്ട് വെച്ചാൽ കൈ കൊണ്ട് പിന്നെ എനിക്ക് കുഴക്കാൻ പറ്റില്ലല്ലോ. തണിഞ്ഞിട്ട് ഈ നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. പിന്നെ നമ്മളെ ഈത്തപ്പഴവും കൂടി ഇട്ട് കൊടുക്കട്ടെ. എല്ലാം കൂടി വീണ്ടും ഒന്ന് ഞാൻ കുഴക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇലയിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കട്ടെ. കുറച്ചെടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുക.
അപ്പം ഇതേപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കണ്ടിട്ടല്ലോ ഞാൻ ആക്കിയെടുത്ത കണ്ട ഇതേ ഷേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി. അപ്പോൾ എന്നിട്ട് ഞാനതൊരു പ്ലേറ്റിൽ വെക്കട്ടെ. എല്ലാം ഞാൻ അതേപോലെ ആക്കിയിട്ട് കാണിച്ചു തരാം. ഓരോന്നോരോന്നും അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. കുറച്ച് കൂട്ടെടുത്ത് വെച്ചു. നെയ്യ് ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൂട്ടി കുഴച്ചിട്ടുണ്ടേ. നെയ്യ് തണിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിട്ടുണ്ടല്ലായിരുന്നു. അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്കലും അട വരുത്തുന്നത് പോലെ എങ്ങനെ വേണ്ടിക്കലും ആക്കാം. അല്ല പിന്നെ ഓരോരുത്തരുടെ ഏലിന് ആയിക്കോളുക. ഞാനൊരു ഇങ്ങനത്തെ മോഡലിലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, മറ്റൊന്നുമില്ല. ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല. ഇത് പുഴുങ്ങിയിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും സാധനം. ഇതേപോലെ ഞാൻ എല്ലാം പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത്രയാണുള്ളത്. ഇത് ഞാൻ എന്നാൽ ഇഡലി തട്ടിൽ എടുത്ത് വെക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഞാൻ ഇഡലി തട്ടിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ ആവി വന്നതിൻ്റെ ശേഷം നമുക്ക് കാണാം. കണ്ട എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാവട്ടെ. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ച സാധനം എന്തായി നോക്കാം. വെന്തോ എന്നറിയണമല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫാക്കുന്നതാണേ. എന്നിട്ട് ഞാൻ പ്ലേറ്റിലിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എല്ലാം ആയി. ഞാനിത് വാങ്ങി അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നേക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. പഴം പുഴുങ്ങിയിട്ട് വേണം ചെയ്യാൻ. അന്നേരത്താണ് അതിൻ്റെ ഉള്ളതായിട്ടുള്ള ടേസ്റ്റ് മുഴുവൻ ഇതിലേക്ക് വരിക. അപ്പോൾ ഓക്കേ, വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.